ചേന്നങ്കിരിയെ സംബന്ധിച്ച് ചേന്നങ്കിരിയിലെ പകുതി ആൾക്കാർ ഇവിടുന്ന് പലായനം ചെയ്തു. ഈ ഏരിയയിൽ ഒരു താമസക്കാർ പോലും ഇല്ല. ഒരു 20 വർഷം മുന്നേ ഇവിടെ കുടിവെള്ളം ഉണ്ടായിരുന്നതാണ്. കുടിവെള്ളം നിലച്ചു പോയിട്ട് 20 വർഷമായി. വെള്ളവും വഴിയുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അത്യാവശ്യം. കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം ഒരു തുടർക്കഥയാണ്. നീലംപേരൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലെ കുടിവെള്ള പ്രശ്നങ്ങളും വ്യത്യസ്തമല്ല. ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടനാട്ടിൽ പോലും ഇത്രയും മോശമായ അവസ്ഥ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെയാണ്. എന്ത് പരാതി കൊടുത്താലും അതിന് യാതൊരുവിധ റെസ്പോൺസും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല. ഇവിടെ കുടിവെള്ളമില്ല. റോഡ് 10-25 വർഷമായ റോഡ് ടാറിങ് പോലും നടന്നിട്ടില്ല. ഒരു 20 വർഷം മുന്നേ ഇവിടെ കുടിവെള്ളം ഉണ്ടായിരുന്നതാണ്. കുടിവെള്ളം നിലച്ചു പോയിട്ട് 20 വർഷമായി. ആൾക്കാർ വില കൊടുത്ത് മേടിക്കുകയാണ്, അല്ലെങ്കിൽ മഴവെള്ള സംഭരണി അല്ലെ മഴവെള്ളം പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആൾക്കാർ 10-11 വീട്ടുകാർ ഇവിടെ ഒക്കെ ഉപേക്ഷിച്ച് പോയി. ആ സ്ഥലങ്ങളെല്ലാം കാലിയാണ്. ആൾക്കാർ വിട്ടിട്ട് പോവുകയാണ്. കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡില്ല, തോടില്ല. എനിക്ക് പറയാനുള്ള ഈ ചിങ്ങങ്കരി പാടശേഖരത്തിൻ്റെ ചുറ്റുമുള്ള ഈ തോടുകളാണ് കിടക്കുന്നത്. ഈ പാടശേഖരം ഏതാണ്ട് 13 കിലോമീറ്റർ ചുറ്റളവിൽ ഈ തോടുകൾ ഇങ്ങനെയുള്ളത് മുഴുവൻ പോള കയറി നിറഞ്ഞ് മൊത്തം ഒരു മനുഷ്യൻ ഇതിൻ്റെ പുറംപണ്ട താമസിക്കുന്ന ആൾക്കാർക്ക് കുടിക്കാനോ നനയ്ക്കാനോ അതുപോലെ തന്നെ ഒന്നിനും ഒരു വിത്ത് കൊണ്ടുപോകാനോ വളം കൊണ്ടുപോകാനോ ഒന്നും സാധിക്കത്തില്ല. ഈ തോട് മുഴുവൻ ഇങ്ങനെ പോള കയറി നടക്കും. ഈ ചേന്നങ്കിരിയെ സംബന്ധിച്ച് ചേന്നങ്കിരിയിലെ പകുതി ആൾക്കാർ ഇവിടുന്ന് പലായനം ചെയ്തു. ഈ ഏരിയയിൽ ഒരു താമസക്കാർ പോലും ഇല്ല. ഈ അക്കരെ സൈഡുകളൊന്നും താമസക്കാർ ഇവർ 1-2 വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഇവിടെ താമസക്കാരുള്ളൂ. അത് അടിയന്തരമായിട്ട് സർക്കാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ചേന്നങ്കിരി എന്നൊരു 10ാം വാർഡിലെ ജനങ്ങൾ മൊത്തം എൻ്റെ അറിവ് ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ ചേന്നങ്കിരി പിന്നെ ആരും കാണത്തില്ല. അതിനു മുമ്പായിട്ട് ഈ തോടുകൾ നന്നാക്കുക, ഇവിടുത്തെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചെയ്യുക. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ ഇവിടെ തന്നെ ക്യാൻസർ രോഗം പിടിപെട്ട് ഓരോ വർഷവും 10-15 പേരെ ഈ ഒരു 10ാം വാർഡിലും ഈ 7ാം വാർഡിലായിട്ട് മരിക്കുന്നത്. അതുകൂടാതെ അസുഖങ്ങൾ ഇപ്പം തന്നെ സാംക്രമിക രോഗങ്ങൾ ചിക്കൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. ഈ വെള്ളത്തിൻ്റെ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ ഈ നനയ്ക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. അത് വലിയൊരു പ്രശ്നം. നമ്മൾ അവിടുത്തെ സ്കൂൾ ഇപ്പോൾ അവിടുത്തെ ഏതെങ്കിലും 10ാം വാർഡിലെ സ്കൂളിലെ തന്നെ അവസ്ഥ നോക്കി. പോകെ എല്ലാം ശരിയായിക്കൊള്ളും എന്ന ചേന്നങ്കരിക്കാരുടെ പ്രതീക്ഷയും ഇവിടെ അസ്തമിക്കുകയാണ്. ഇത് നീലംപേരൂർ പഞ്ചായത്തിലെ ഒരു LP സ്കൂളിൻ്റെ അവസ്ഥയാണ്. മഴ പെയ്താലും തോട് നിറഞ്ഞാലും ഈ സ്കൂൾ മുറ്റം വെള്ളത്തിലാവും. കുടിവെള്ളത്തിന് മഴവെള്ള സംഭരണിയെ ആശ്രയിക്കേണ്ട ഗതികേടും. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശവും ആരോഗ്യ സംരക്ഷണവും അധികാരികൾ അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഇത് ഞങ്ങളുടെ വഴിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം. കുടിവെള്ളം ഞങ്ങൾക്ക് ആ സംഭരണിയിൽ നിന്ന് എടുക്കും. തേച്ച് മെഴുക്കാൻ മാത്രം മടത്തിലെ വെള്ളത്തിൽ ടാങ്കിലിട്ട് ഞങ്ങൾ തേച്ച് മെഴുക്കും. അതുപോലെ വഴിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യം. വഴിയില്ലാത്തത് കൊണ്ട് കുട്ടികളെല്ലാം വേറെ സ്കൂളുകളിലോട്ടെല്ലാം അവർ പോകും. ഞങ്ങൾക്ക് വഴിയില്ല. അതുകൊണ്ട് വെള്ളവും വഴിയുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അത്യാവശ്യം. പല പദ്ധതികളും ഫലകങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോഴും ഈ സ്കൂളിൻ്റെ ദുർസ്ഥിതി തുടരുകയാണ്. അതും ഭയങ്കര വലുതാവുക. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമായിട്ട് ഈ ആരായാലും കളക്ടറിൻ്റെ നിർദ്ദേശമായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ ഈ 10ാം വാർഡിനും ഈ കാണുന്ന ഈ ചിങ്ങങ്കരി പാടശേഖരത്തിന് ചുറ്റോടുള്ള പ്രദേശത്തെ തോടുകളും പായലുകളും നീക്കം ചെയ്തുകൊണ്ട് അടിയന്തരമായി കുടിവെള്ളം എത്തിക്കുകയും പുറംപണ്ടിൽ അതുകൊണ്ട് തന്നെ അത് വാട്ടർ ടാങ്കിലായാലും കൊള്ളാം, അതുകൊണ്ട് തന്നെ കുടിവെള്ളം ഏത് രീതിയിൽ കൊടുക്കാനൊക്കെ മാത്രവും അടിയന്തരമായിട്ട് കൊടുക്കണം എന്നാണ്